എങ്ങോട്ടാ രണ്ടുപേരും കൂടെ? എങ്ങോട്ടാ ഇതുപോലത്തെ പണി ഇനി ഈ ജന്മത്ത് കിട്ടാനില്ല അല്ലേ? എന്നാ പറ്റിയെന്ന് ഞാൻ മര്യാദക്ക് പറഞ്ഞത്. എന്റെ സ്കൂട്ടറില് പെട്രോൾ ഇല്ല എന്ന്. അന്നേരം വലിയ ആള് കളിച്ച് അത് തന്നെ എടുത്തോണ്ട് പോകുന്നു. എന്നിട്ട് പെട്രോളില്ല. തള്ളലാണ്. നമ്മുടെ കിടങ്ങൂര് പോകുന്ന വഴിക്ക് പിന്നെ പെട്രോൾ ഇല്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ സ്റ്റാർട്ടാവും. ഇതുപോലത്തെ ഒരു പണി ഈ ജന്മത്തിന് ഇനി കിട്ടില്ല. എന്ത് ഭ്രാന്താന്ന് പറയാ, വണ്ടി തള്ളിക്കൊണ്ട് ഞങ്ങള് പമ്പിലേക്ക് പോകുന്നത്. നടന്ന് ഞങ്ങളിത് പമ്പിലെത്തിയിട്ടുണ്ട്. HP പമ്പ്. ഇനി അവിടെ പെട്രോൾ ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ഇനി അവിടെ പെട്രോൾ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു അബദ്ധം. പക്ഷെ ഇതിലെന്റെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ല കേട്ടോ, ഞാൻ പാവം. അങ്ങനെ ഞങ്ങള് പമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കാം, നിങ്ങൾ മേടിച്ചിട്ട് വാ. ആടെ തള്ളിക്കൊണ്ട് പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു കല്ലൂസേ യാത്രയൊക്കെ? സുഖമായിരുന്നോ? സുഖമായിരുന്നോ കല്ലൂസേ യാത്ര? നീ വണ്ടിക്കകത്ത് നിന്നു, അപ്പൊ വണ്ടി തള്ളി അല്ലേ? നിനക്ക് എന്നായിരുന്നു മടുപ്പുണ്ടായിരുന്നു? അപ്പയല്ലേ എടുത്തേ? അയ്യോ, ഇത് കൂട്ടൊരു അബദ്ധവും പറ്റില്ല അല്ലേ? ഇനി ആദ്യമായിട്ടായിട്ടോ, ആദ്യത്തെ ഒരു ഇതായിരുന്നു. ഇനി അങ്ങോട്ട് ശീലമായിക്കോളും. അങ്ങനെ പെട്രോൾ അടിച്ചല്ലേ ചായ? എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എന്റെ പൊന്നെ, തള്ളാൻ ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടി തള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ. അങ്ങനെ ഞങ്ങള് പെട്രോൾ അടിച്ച് അല്ല ഫുൾ ടാങ്ക് അടിച്ചോ? പിന്നെ ഫുൾ ടാങ്ക് അടിച്ചു. കാട്ടാങ്ക് പോലും ആയിട്ടില്ലെന്നുള്ളൂ. ഞങ്ങളങ്ങനെ അല്ല വണ്ടി തള്ളി ക്ഷീണത്തില് ഞങ്ങള് തട്ടുകടയിൽ പോയി ദോശ തിന്നാൻ പോവാ, ആ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് അല്ലേ? തട്ടുകടയിൽ പോയി ഫുഡടിക്കാം. 4 പൊറോട്ട. ഓക്കെ. വേറെന്തെങ്കിലും? പിന്നെന്തെങ്കിലും? അയ്യോ, അപ്പൊ നമുക്ക് തട്ടുകടയിൽ പോയി ഫുഡ് അടിക്കാം. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ദോശയും. ഇവിടെ ദോശ ഇടല്ലേ കല്ലൂസിന്? ഞങ്ങൾ കഴിക്കട്ടെ. അതെ, പൊറോട്ടയും ചിക്കനിൽ നിന്ന് ഞങ്ങൾ തീർക്കും. 1/2 കിലോ പഴം മേടിക്കാൻ പോയ ഞാൻ എന്നെ കൊണ്ട് രൂപ എത്ര മുടക്കിച്ചേ? രണ്ടുപേരും കൂടെ 140 രൂപ. ഇതേ ഇരിക്കുന്നു വേറൊരു മുതല്. ഏതൊക്കെ മിഠായി മേടിച്ച കാണിച്ചേ നോക്കട്ടെ. ഉണ്ടോ? പോപ്പിൻസ് വാങ്ങിപ്പിച്ചു. പിന്നെ എന്നാ സാധനം? ഇതെന്നെ സാധനം? ടിക്. പോവാ. ഈ ഒരു കടയിൽ കയറി ഒരു നിസ്സാരം പോകുന്ന സാധനം മേടിക്കാൻ പോയ ഞാനാ. എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ കളഞ്ഞ അപ്പനും മോളും കൂടെ. വീട്ടിലോട്ട് വാട്ടാ രണ്ടുപേരും. എന്തുവാ? അപ്പ പൈസ തിരിച്ചു തരുമെന്ന്. എന്നാ പോയേക്കാം. പോട്ടെ. അതെന്ത് വണ്ടിയിരുന്നു പോയേ? മീന്റെ വേസ്റ്റ് ആണോ പോയേ? അയ്യോ, ഇവിടെ മുതല് ഞങ്ങള് തള്ളാൻ തുടങ്ങിയതാ. ഇവിടെ മുതല. അതെ, ഈ കയറ്റം പകുതി തള്ളി. കയറ്റത്തിന്റെ നമ്മുടെ മീൻകടയുടെ അവിടെ മുതല്, അവിടുന്ന് മുതല് തള്ളാൻ തുടങ്ങിയതാ. ഇവിടുന്ന് മുതല്. അത് തന്നെ. സ്കൂട്ടറിനെ വിശ്വസിക്കേണ്ട. സ്കൂട്ടർ എന്ത് കഴിച്ചു? പത്ത് കിലോമീറ്ററോ? തള്ളുമ്പോ കുറച്ച് തള്ളു.
ഇപ്പൊ സമയം ഞങ്ങള് 7 മണിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9 മണിയായി സമയം. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ തള്ളി മടുത്ത് ക്ഷീണിച്ച് ദേ വന്ന് കിടക്കാൻ പോവാണ് കേട്ടോ. 9:30 ആയിട്ടുണ്ട്. അല്ല 9:30. അപ്പൊ ഇവർ രണ്ടുപേരെ ഉറക്കിയിട്ട് വേണം എനിക്ക് പോയി എന്റെ ജോലികളിലേക്ക് കിടക്കാനായിട്ട്. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്. യെസ്. മടുത്തോ? ചുമ്മാ നടപ്പ് പറ്റണവരില്ലോ. കൊറേ നടന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇത്രയും നടക്കുന്നത്. 1 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് എനിക്ക്. ഒരു കയറ്റമൊക്കെ കല്ലൂസിനെ എടുത്തോണ്ട് കയറി ക്ഷീണിച്ച് ഞാൻ മടുത്ത്. ഞങ്ങള് കിടക്കാൻ പോവാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.